പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന്റെ കാരണം വിശദീകരിക്കാനാകാതെ കൊല്ലത്ത് സിപിഐഎം നേതൃത്വം. മുകേഷിന്റെ സ്ഥാനാർത്ഥിത്വം ചില നേതാക്കളുടെ വ്യക്തിപരമായ താൽപര്യം മൂലമാണെന്ന ആക്ഷേപവും ഉയർന്നു. പ്രേമചന്ദ്രനെതിരെ രാഷ്ട്രീയ മത്സരം കാഴ്ചവെക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ലെന്ന വിലയിരുത്തലുമുണ്ട്. രണ്ടായിരത്തി 19 അരലക്ഷം വോട്ടിന്റെ കുറവാണ് കൊല്ലത്ത് ഇടതുമുന്നണിക്കുണ്ടായത്. കൂടുതൽ ലീഡ് പ്രതീക്ഷിച്ച CPIയുടെ ചടയമംഗലവും പുനലൂരും LDFനെ കൈവിട്ടു. മുകേഷ് വോട്ട് ചെയ്ത ബൂത്തിൽ പോലും 3ാം സ്ഥാനത്ത് പോയി. മുകേഷ് നിയമസഭാ അംഗമായി രണ്ടാമതും തെരഞ്ഞെടുക്കപ്പെട്ട കൊല്ലം മണ്ഡലത്തിൽ 23,792 വോട്ടിനാണ് ഇടത് സ്ഥാനാർത്ഥി പിന്നിൽ പോയത്. ബൂത്ത് തലങ്ങളിൽ നിന്ന് ലഭിച്ച കണക്കുകൾ പ്രകാരം പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടതും CPIM കേന്ദ്രങ്ങളെ ഞെട്ടിച്ചു. സാധാരണ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വരുമ്പോൾ CPIM ജില്ലാ നേതൃത്വം പ്രാഥമിക പ്രതികരണം നടത്താറുണ്ട്. പക്ഷേ ഇക്കുറി നേതാക്കളുടെ ഭാഗത്തു നിന്ന് അതുണ്ടായില്ല. CPI അടക്കമുള്ള LDFിലെ ഘടകകക്ഷികളും മൗനത്തിലാണ്. അതേസമയം CPMന്റെ പരമ്പരാഗത വോട്ടുകളിൽ വലിയ ചോർച്ച ഉണ്ടായതായിട്ടാണ് കീഴ് ഘടകങ്ങളുടെ വിലയിരുത്തൽ. ന്യൂനപക്ഷ സമുദായങ്ങൾ പൂർണ്ണമായും CPMനെ കൈവിട്ടു. സ്ഥാനാർത്ഥി നിർണയം മുതൽ പ്രചാരണ അജണ്ട നിശ്ചയിക്കുന്നതിൽ വരെ പാർട്ടി നേതൃത്വത്തിന് ഗുരുതര വീഴ്ചകളുണ്ടായി. പല പ്രമുഖരെയും ഒഴിവാക്കി സിനിമാ താരമായിട്ടുള്ള മുകേഷിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പാർട്ടി പ്രാദേശിക നേതൃത്വങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. താരപ്പൊലിമ വോട്ടായി മാറില്ലെന്ന് പ്രവർത്തകർ പരസ്യമായി പറഞ്ഞുവെങ്കിലും നേതൃത്വം ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. ഇതാണ് ഇപ്പോഴുണ്ടായ തിരിച്ചടിയുടെയും വോട്ട് ചോർച്ചയുടെയും പ്രധാന കാരണം. BJPയെ ശത്രുവായി കണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടായിരുന്നു CPMന്റെ പ്രചാരണം. എന്നാൽ അത് ഏശിയില്ല. ന്യൂനപക്ഷങ്ങൾ പൂർണ്ണമായും UDF പക്ഷത്ത് നിലയുറപ്പിച്ചു. മുൻ തെരഞ്ഞെടുപ്പുകളിൽ പ്രേമചന്ദ്രനെതിരെ ഉയർത്തിയ സംഘപരിവാർ ബന്ധം UDFന് ഗുണം ചെയ്തിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലും പാർട്ടി ഇതേ തന്ത്രം പുറത്തെടുത്തത് തിരിച്ചടിക്കുള്ള മറ്റൊരു കാരണമായി. ഇത്തവണ നിരവധി ബൂത്തുകളിൽ LDFനെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളി BJP മുന്നേറ്റം നടത്തി. പാർട്ടി ജില്ലാ കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും കൂടിയിട്ട് മാത്രം മാധ്യമങ്ങളോട് സംസാരിച്ചാൽ മതിയെന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. ന്യൂസ് മലയാളം 24/7 കൊല്ലം.